സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. നാളെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിന് പകരം എത്തിയിരിക്കുന്നു തൻ്റെ മുമ്പിലേക്ക്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ കൊടുവാളുമേന്തി എത്തിയിരിക്കുന്നു കാപാലിക. ചോര വലിച്ചു കുടിച്ച് മാംസം കടിച്ചീമ്പാൻ എത്തിയിരിക്കുന്നു രക്തരക്ഷസ്. എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിയില്ല. ഇപ്പോൾ തന്നെ ഒക്കെ വാരിക്കെട്ടി ഇവിടെ നിന്ന് ഓടി അകന്നാലോ? ആകെ ഭ്രാന്ത് പിടിക്കും പോലെ. മുടിയിഴകളിൽ കൈവിരലുകൾ കുത്തിക്കടത്തി അവൻ ആഞ്ഞു വലിച്ചു. പിന്നെ വാതിൽ വലിച്ചടച്ചവൻ അകത്തേക്കോടി ബെഡിൽ വീണു. ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ സമനില പാലിക്കുവാൻ അവൻ ശക്തി സംഭരിക്കുകയായിരുന്നു. അച്ഛൻ്റെയും രാധക്കുട്ടിയുടെയും മുഖങ്ങൾ മുമ്പിൽ മാറി മാറി തെളിഞ്ഞു. കൃഷ്ണ, ഒരു തരത്തിലും ജീവിക്കാൻ നീ സമ്മതിക്കില്ലെന്നാണോ? അച്ഛൻ നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന സ്വരം. ഉറങ്ങിയില്ല. ഉറങ്ങാതെ നേരം പുലർന്നു. ദിനകൃത്യങ്ങൾക്ക് ധൃതിയുണ്ടായില്ല. കൃത്യം 9 മണിക്ക്. ഇന്നെങ്ങും പോകണ്ടല്ലോ. പല്ല് തേച്ച് വന്നപ്പോൾ കൃഷ്ണൻ പതിവ് പോലെ ആഹാരം എത്തിച്ചു. അവരുടെ ഔദാര്യം. രാവിലത്തെ ആഹാരം കൂടി തന്നേക്കാമെന്ന്. വേണ്ട, വിശപ്പില്ല, കൊണ്ടുപോയിക്കൊള്ളൂ. അതെന്താ കുഞ്ഞേ? വിശപ്പില്ല കൃഷ്ണേട്ടാ. കഴിയുന്നതും സ്വരം മയപ്പെടുത്താൻ ശ്രമിച്ചു. കൃഷ്ണേട്ടൻ്റെ കണ്ണുകളിൽ സംശയത്തിൻ്റെ നിഴൽപ്പാടുകൾ. കിഴവൻ ആളത്ര വിഡ്ഢിയൊന്നുമല്ല. അയാൾ തിരികെ പോയി. ഇനി ധൃതിയിൽ റെഡിയാകണം. അവർ പോകും മുമ്പ് തന്നെ ഔട്ട് ഹൗസിൻ്റെ താക്കോൽ ഏൽപ്പിക്കണം. സ്വന്തം ഡ്രസ്സുകളൊക്കെ തൻ്റെ കിറ്റിനുള്ളിൽ തന്നെ വെച്ചു. അവർ വാങ്ങിത്തന്ന ഡ്രസ്സുകൾ ബ്രീഫ് കേസിൽ കുത്തി തിരികെ പൂട്ടി. മുറി പൂട്ടാൻ ശ്രമിക്കുമ്പോഴാണ് കാറിൻ്റെ സ്വരം. കഷ്ടം, കാർ പോയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? പദ്ധതി പൊളിഞ്ഞു. ഇനി താക്കോൽ ഏൽപ്പിക്കണമെങ്കിൽ വസുന്ധര മെഡിക്കൽസിൻ്റെ മുകളിലെത്തണം. നാശം. അവൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വസുന്ധര മെഡിക്കൽസിൽ എത്തിയപ്പോൾ 9:30. കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്നു. സെയിൽസ്മാൻമാർ അമ്പരപ്പോടെ നിൽക്കുന്നു. കാരണം താൻ അരമണിക്കൂർ വൈകിയിരിക്കുന്നു. കഷ്ടം. നിങ്ങൾ എന്തറിയുന്നു? അരമണിക്കൂർ മാത്രം ലേറ്റായതല്ല കൂട്ടരെ. ഇനിയൊരിക്കലും ആ കസേരയിൽ ഞാനിരിക്കുകയില്ല. വിജയൻ അടുത്തെത്തി. പരിഭ്രമത്തോടെയാണ് പറഞ്ഞത്. എന്തേ സാർ വരാൻ വൈകി? ഒറ്റുകാരുണ്ട് സാർ. വന്നാൽ ഉടനെ മുകളിൽ ചെല്ലണമെന്ന് പറയാൻ മാഡം അറിയിച്ചു. വിജയൻ്റെ സ്വരത്തിൽ സങ്കടം മുറ്റിനിന്നു. മാഡത്തിൻ്റെ പ്രീതി സമ്പാദിക്കാനാ സാർ ചിലരുടെ ശ്രമം. മറ്റുള്ളവരുടെ നെഞ്ചെരിയുന്നത് കാണാൻ ആർക്കും കണ്ണില്ല. അരമണിക്കൂർ വൈകി എന്നാൽ ആരൊക്കെ ഒറ്റിക്കൊടുത്താലും ഇനിമേൽ തനിക്കൊരു കേസല്ലെന്ന് പാവം വിജയൻ അറിയുന്നില്ലല്ലോ. ബ്രീഫ് കേസും കിറ്റുമായി മുകളിലേക്ക് കടന്നു. കോറിഡോറിലൂടെ നടന്നു. ചില്ലുകൊണ്ടുള്ള കിളിവാതിൽ മെല്ലെ തള്ളി. യേസ് കമിൻ. അതാ രാജ്ഞിയുടെ തലയെടുപ്പോടെ അവർ. തലയിൽ കിരീടമില്ലെന്നേയുള്ളൂ. അവർക്ക് മുമ്പിൽ അതിമനോഹരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. മിസ്റ്റർ പവി, മീറ്റ് മിസ് കൃഷ്ണേന്ദു. അവർ ന്യൂ ക്യാഷ്യർ. നടുങ്ങിപ്പോയി. ക്രൂര. ഇവർ രക്തം കുടിക്കുന്ന യക്ഷി തന്നെ. കൃഷ്ണേന്ദു അവന് നേരെ തിരിഞ്ഞു. ഒരു റോസാപ്പൂവ് വിടരുന്ന ചാരുത. മന്ദഹാസം. കൈകൾ കൂപ്പി അവർ മെല്ലെ മുഴിഞ്ഞു. നമസ്കാരം. പക്ഷെ പ്രതികരിക്കാൻ അവന് കഴിഞ്ഞില്ല. കൃഷ്ണേന്ദു തൻ്റെ പ്രതിയോഗി. അവനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവൻ്റെ സ്ഥാനത്ത് കടന്നിരിക്കാൻ എത്തിയ ദ്രോഹി. അവൻ പല്ല് കടിച്ചു. മിസ് കൃഷ്ണേന്ദു, 15 ദിവസത്തെ സാലറി മിസ്റ്റർ പവിക്ക് എഴുതി കൊടുക്കണം. ഓക്കെ മാഡം. പവിശങ്കറിൻ്റെ തലയ്ക്കുള്ളിൽ കൊടുങ്കാറ്റിരമ്പി. അവൻ്റെ കണ്ണുകളിൽ ക്രൂരത കളിയാടി. അവൻ്റെ പാദം മുതൽ തീ ആളിപ്പടരുകയാണ്. അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതാവുകയാണ്. കൃഷ്ണേന്ദു പൊയ്ക്കൊള്ളൂ. കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുകയാകും. വസുന്ധര ശങ്കറിൻ്റെ സ്വരം. പവിശങ്കർ മുഖമുയർത്തി. അവൻ്റെ നെഞ്ചിൽ തീയ്. 15 ദിവസം മുമ്പ് തന്നോട് പറഞ്ഞ അതേ വാക്കുകൾ, അതേ സ്വരം. കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുകയാവും. യെസ് മാഡം. കൃഷ്ണേന്ദു മെല്ലെ പിന്തിരിഞ്ഞ് വാതിൽ കടന്ന് പുറത്തിറങ്ങി. മുറിയിൽ ഒരു നിമിഷം കനം തൂങ്ങുന്ന നിശബ്ദത. ക്ലോക്കിൻ്റെ ടിക് ടിക് സ്വരം ഉയരുന്നു. അതൊരു പെരുമ്പറയാകുന്നു. സ്വന്തം ഹൃദയമിടിപ്പിന് പോലും അലർച്ചയായി രൂപാന്തരപ്പെടുന്നുവെന്ന് പവിശങ്കറിന് തോന്നി. ഓക്കെ യഗ്മാൻ. നാടകീയതയോടെ വസുന്ധര ശങ്കർ പവിശങ്കറിനെ നേരിട്ടു. ഔട്ട് ഹൗസിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ വന്നതാവും അല്ലേ? എൻ്റെ ഊഹ ശരിയല്ലേ? അതെ, താക്കോൽ മാത്രമല്ല, ഈ ബ്രീഫ് കേസ് കൂടി തരാനാണ്. അവൻ്റെ സ്വരത്തിന് മൂർച്ചയുണ്ടായിരുന്നു. മാഡം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ബ്രീഫ് കേസ്? അതെ. അതെന്തിന്? അതിനുള്ളിലെ വസ്ത്രങ്ങൾ ഇനി വേണ്ട. അതുകൊണ്ട്. വൈ? അതിവിടുത്തെ ക്യാഷ്യറുടെ കസേരയ്ക്ക് ചേരുന്ന വസ്ത്രങ്ങളാണ്. ഐ സി. അതുകൊണ്ടത് തിരികെ തരുന്നു. നിങ്ങൾക്കിവ പാകമല്ലേ? ആയിരുന്നു. ഇപ്പോഴല്ല. എനിക്കെന്തിന്? ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അത്തരത്തിലുള്ളതല്ലല്ലോ. അവൻ മറുപടി പറഞ്ഞില്ല. മിസ്റ്റർ പവിക്ക് തന്നെ ഇതുപയോഗിക്കാം. ആവശ്യമില്ല. ക്യാഷ്യറുടെ ഡ്രസ്സ് മറ്റൊരു ജോലിക്കും പറ്റിയതല്ലേ? ആവോ. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ മിസ്റ്റർ പവി?
ഉടനെ അവർ മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത്. ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ മറുപടി പറഞ്ഞത്. അറിയില്ല. പഠിക്കാമോ? എന്തിന്? എനിക്കൊരു ഡ്രൈവറെ വേണ്ടിയിരുന്നു മാഡം. അവൻ്റെ സ്വരം വല്ലാതെ കടുത്തു. ഞാൻ MSc ഫസ്റ്റ് റാങ്കുകാരനാണ്. അതുകൊണ്ടെന്താ? MSc ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന നിയമമുണ്ടോ? അവർ അവനെ തുറച്ചു നോക്കി. താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുക. ലൈസൻസൊക്കെ നിഷ്പ്രയാസം ഞാനുണ്ടാക്കാം. താല്പര്യമില്ല. കാരണം? നിങ്ങളുടെ ഡ്രൈവറാകാൻ എനിക്കിഷ്ടമല്ലെന്ന്. അവൻ്റെ സ്വരം ഉയർന്നു. നിങ്ങളെ പിരിച്ചുവിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് മിസ്റ്റർ പവി. ശാന്തമായ സ്വരമായിരുന്നു അവർക്ക്. ഓക്കെ, ഡ്രൈവറാകണ്ട. എനിക്കൊരു ബോഡി ഗാർഡിന് വേണം. അതാകാമോ? കയ്യിലിരുന്ന ബ്രീഫ് കേസ് കൊണ്ട് ആ സ്ത്രീയുടെ തലയെ തല്ലിയുടയ്ക്കുവാൻ ഉള്ള ദേഷ്യം അവനുണ്ടായി. പറയൂ മാഡം, എനിക്ക് നിങ്ങളെക്കുറിച്ച് ആദരവും അഭിമാനവും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുകയാണ്. അവൻ ദേഷ്യം അടക്കിക്കുറിച്ച് പറഞ്ഞു. ശരി, ഇനി ഒരു വേക്കൻസി കൂടിയുണ്ട്, എൻ്റെ PA ആയിട്ട്. എന്താ? എന്തു പറയുന്നു? അവൻ മിണ്ടിയില്ല. ഇവർക്കെന്താ ഭ്രാന്തോ? അവൻ ധൃതിയിൽ ആ ബ്രീഫ് കേസ് മേശയുടെ മുകളിൽ കിടക്കുന്ന കട്ടിച്ചില്ലിന്മേൽ വെച്ചു. അതിന് മുകളിൽ ക്യാഷ് രജിസ്റ്ററിൻ്റെ കീയും ഔട്ട് ഹൗസിൻ്റെ കീയും വെച്ചു. നന്ദി, ഗുഡ് ബൈ, അവൻ മെല്ലെ പറഞ്ഞു. പിന്നെ പിന്തിരിഞ്ഞു. പ്ലീസ് 1 മിനിറ്റ്. മാഡത്തിൻ്റെ താഴ്ന്ന സ്വരം. ഞാനീ പറഞ്ഞ വേക്കൻസികൾ 3ഉം ഉള്ളതാണ്. 3ഉം 3ആയിട്ടല്ല, ഒരേ ഒരു വേക്കൻസി. ഇതാ. അവർ മേശയിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അവൻ്റെ നേരെ നീട്ടി. അവനൊന്നും മനസ്സിലായില്ല, അതാണ് സത്യം. ഒന്നറച്ച് അവനത് വാങ്ങി. അപ്പോയിൻമെൻറ്റ് ഓർഡർ. ആ മിഴികൾ അതിലെ അക്ഷരങ്ങളെ തഴുകി. അവൻ്റെ മിഴികൾ തിളങ്ങി. അവൻ്റെ മുഖം ഒരു സൂര്യഗോളം പോലെ പ്രകാശിച്ചു. തുള്ളി ചാടാൻ തോന്നി. സന്തോഷം കൊണ്ട് ഹൃദയം വിങ്ങി. കണ്ണുകൾ നിറഞ്ഞു വന്നു. വാക്കുകൾ പുറത്തേക്ക് വരാനാവാതെ അവൻ പിടഞ്ഞു. മിസ്റ്റർ പവി, സന്തോഷമായോ? മാഡത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം. ഓടിച്ചെന്നവരെ കോരിയെടുത്ത ആ മുഖത്തൊന്ന് അമർത്തി ചുംബിക്കാനാണ് അവനാ നിമിഷത്തിൽ തോന്നിയത്. നിങ്ങളെ എനിക്കിഷ്ടമായി. ഏറ്റവും വിശ്വസ്തനും നല്ലവനുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. 15 ദിവസം കൊണ്ട് നിങ്ങളെപ്പോലെ ഒരാളെ തെരഞ്ഞു നടക്കുകയായിരുന്നു. എന്നെപ്പോലെ തന്നെ എനിക്ക് വിശ്വസ്തനായി ഒരാൾ. അത് നിങ്ങളാണ് മിസ്റ്റർ പവി. നിങ്ങൾ എൻ്റെ PA മാത്രമല്ല, എൻ്റെ ബോഡി ഗാർഡും എൻ്റെ ഡ്രൈവറും ഒക്കെയായിരിക്കും. എന്താ, താല്പര്യക്കുറവുണ്ടോ? അവർ അവനെ നോക്കി. അവനൊന്ന് ചിരിച്ചു. വിടർന്ന് വികസിച്ച ചിരി. ആ ചിരി അവരുടെ അധരങ്ങളിലും വരുന്നു. പക്ഷേ 1 കണ്ടീഷൻ. അത്യന്തം ഗൗരവത്തിലായിരുന്നു അവരുടെ സ്വരം. എന്നെങ്കിലും എന്നെ വഞ്ചിച്ചതായി ഞാൻ അറിഞ്ഞാൽ ഫലമറിയാമല്ലോ. അറിയാം, ചിരിയോടെ അവൻ പറഞ്ഞു. യക്ഷിയായി മാറും അല്ലേ? വസുന്ധര ശങ്കർ പൊട്ടിച്ചിരിച്ചുപോയി. കട്ടിക്കണ്ണട മുഖത്തുനിന്ന് മാറ്റിയിട്ട് അവർ ടവൽ കൊണ്ട് മുഖം അമർത്തി തുടിച്ചു. ഇതാ, തൊട്ടടുത്തുള്ളതായിരിക്കും നിങ്ങളുടെ റൂം. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. പിന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഡ്രൈവിംഗ് പഠിക്കുക. എൻ്റെ കാർ താങ്കൾ ഓടിക്കണം. ഇത്തിരി പ്രായമായില്ലേ? എൻ്റെ കൈകൾ വിറയ്ക്കാൻ ആരംഭിക്കും മുമ്പ് ഡ്രൈവിംഗ് നിർത്താനാണ്. മാഡത്തിന് അധികമൊന്നും പ്രായമായില്ലല്ലോ. ഏറിയാൽ 32. കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ അവൻ വെറുതെ ഒരു ഡോസ് കൊടുത്തതാണ്. വസുന്ധര ശങ്കർ പൊട്ടിച്ചിരിച്ചു. പിന്നെ പറഞ്ഞു. പവി, എനിക്കൊരു 40എങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് തീർത്തു പറയുന്നില്ലേ? അവർ ചോദിച്ചു. അവൻ ചമ്മിപ്പോയി. പ്രായം കുറച്ചു പറയുന്നതായിരിക്കും എനിക്ക് താല്പര്യമെന്ന് കണക്ക് കൂട്ടിയല്ലേ? പക്ഷെ കേൾക്കൂ, I am 45 ഷുവർലി. പ്രായത്തിൻ്റെ ജരാനരകളും വികാരവിചാരങ്ങളുമായി കഴിയാൻ കൊതിക്കുന്നവളാണ് വസുന്ധര. ഷീ ഈസ് നോട്ട് എ ചാമിങ് ഗേൾ. ഭവിശങ്കർ മിണ്ടിയില്ല. ബൈ ദ ബൈ പവി, പുതിയ ക്യാഷിയർ കൃഷ്ണേന്ദുവിനെ പരിചയപ്പെട്ടല്ലോ. ക്യാഷ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയായിരുന്നു മാഡം. കൃഷ്ണേന്ദു. ആ മനോഹര രൂപം മുമ്പിൽ നിൽക്കും പോലെ, ഒരു കുളിർ കാറ്റായി, ഒരു പുഞ്ചിരി തെളിയും പോലെ തൻ്റെ എതിരാളി എന്ന നിലയിൽ പകയോടെയാണ് അവളെ നോക്കിയത്. പക്ഷേ യെസ് മാഡം, അവൻ പറഞ്ഞു. കൃഷ്ണേന്ദു, ആ പേര് തന്നെ എത്ര ചേതോഹരം. അപ്പോൾ ഈ ടേബിളിൽ നിന്നും ക്യാഷ് രജിസ്റ്ററിൻ്റെ കീ തിരിച്ചെടുക്കാമല്ലോ. ഓക്കെ മാഡം, അവൻ അതെടുത്തു. ക്യാഷിയറുടെ ഡ്രസ്സ് തീർച്ചയായും PAയ്ക്കും ധരിക്കാമല്ലോ. അവരുടെ അധരങ്ങളിൽ ഒരു മന്ദഹാസം, തെല്ലു പരിഹാസ ചായ ഉണ്ടെങ്കിലും. ഓക്കെ മാഡം. പുഞ്ചിരിയോടെ അവൻ ബ്രീഫ് കേസ് കടന്നെടുത്തു. ഇനി സാലറി PA എന്ന നിലയിൽ നിങ്ങളുടെ ശമ്പളം ഞാൻ പിന്നീട് അറിയിക്കാം. 3 കേസുകളിലായി ഒരാൾക്ക് ജീവപര്യന്തം വിധിക്കുകയും ശിക്ഷ 3ഉം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുക പതിവുണ്ടല്ലോ ഇന്ത്യൻ പീനൽ കോഡിൽ. പുഞ്ചിരിയോടെ തന്നെ അവർ തുടർന്നു. എനിക്ക് വേണ്ടി 3 തസ്തികകളിൽ നിങ്ങൾ പണിയെടുക്കും. പക്ഷേ എല്ലാം ഏകകാലത്തായതിനാൽ ശമ്പളം 3നും വെവ്വേറെ ആയിരിക്കില്ല. ഒറ്റ ശമ്പളം. എന്താ? അവൻ പുഞ്ചിരിച്ചതേയുള്ളൂ. എന്നാലും ക്യാഷ്യറുടെ ശമ്പളത്തേക്കാൾ മോശമായിരിക്കില്ല എന്ന് ധരിക്കാം. അവൻ മറുപടി പറഞ്ഞില്ല. താമസം നിങ്ങളുടെ ഇഷ്ടത്തിനാകാം. ലോഡ്ജിലോ പേയിങ് ഗസ്റ്റായിട്ടോ അതല്ലെങ്കിൽ ഒരു വീട് മുഴുവനായി വാടകയ്ക്കെടുത്തിട്ടോ താമസിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഔട്ട് ഹൗസിൽ തന്നെ കൂടാം. എന്തു പറയുന്നു? ഭവിശങ്കർ ഒട്ടും ആലോചിച്ചില്ല.
മേശമേൽ അവശേഷിച്ചിരുന്ന ഔട്ട് ഹൗസിൻ്റെ കീ കൂടി എടുത്തു. ഗുഡ്. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിലേക്കായി ഒരു ബൈക്ക് ഉപയോഗിക്കാം. അത് നാളെ എത്തും. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം മാഡം. എൻ്റെ ഒരു ഫ്രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. മനോജല്ലേ? വസുന്ധരാശങ്കറിൻ്റെ സ്വരത്തിൽ തെല്ല് മൂർച്ച. അതെ മാഡം. അതെങ്ങനെ അറിഞ്ഞു? മനോജിനെ മാഡത്തിന് അറിയാമോ? അവൻ അമ്പരപ്പായി. അറിയാം. പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും മനോജും ഡോക്ടർ കൃഷ്ണകുമാറും മാഡത്തിനെ അറിയില്ലല്ലോ, കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. എന്നെ അറിയില്ലെന്ന് വെച്ച് ഞാനും അറിയാതെ ഇരിക്കണമെന്നുണ്ടോ? പവിശങ്കർ നിശബ്ദനായി. പരസ്പരം അറിയാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത്. അതാണ് സൗകര്യവും. അവർ പറഞ്ഞു. പവി, എനി ക്വസ്റ്റ്യൻസ് മോർ? നോ മാഡം. ദെൻ ഓക്കെ. പവിശങ്കർ പെട്ടെന്ന് പിന്തിരിഞ്ഞു. മുറിക്ക് പുറത്തു കടന്ന് ഇടനാഴിയിലൂടെ ഗോവണി ഇറങ്ങി താഴെ നിലയിലെത്തി. ഹാളിൽ കൗണ്ടറിന് പുറത്തു കടന്ന് നേരെ കൃഷ്ണേന്ദുവിൻ്റെ സമീപത്തെത്തി. അമ്പരപ്പ് വിട്ടുമാറാത്ത മുഖങ്ങളും മിഴികളും അവനെ പൊതിഞ്ഞു. വിജയനും വർഗീസും ഓടിയെത്തി. എന്തു പറ്റി പവിസാറേ? ഇതെന്തൊരു മറിമായം? ആ പെങ്കൊച്ചേതാ? പറയാമെന്ന് മെല്ലെ കൈകൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് കൃഷ്ണേന്ദുവിനെ നോക്കി. പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നെയോ എന്ന് ചോദിക്കുവാൻ തോന്നി. മെല്ലെ പുഞ്ചിരി തൂകിയതേയുള്ളൂ. അവൾ നോട്ട് എണ്ണുകയാണ്. 15 ദിവസത്തെ ശമ്പളം കൈനീട്ടി പണം വാങ്ങി എണ്ണി നോക്കി. ചുറ്റും നിന്നുള്ള സഹതാപ നോട്ടങ്ങളെ പാടെ അവഗണിച്ചു. സർ, ഈ ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാർ സഹായിക്കുമെന്ന് മാഡം പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? ഇപ്പോൾ വിളിച്ചു നിർത്തിയതേയുള്ളൂ. ആ ശരി, പറഞ്ഞു തരാം. പെട്ടെന്ന് പഠിച്ചോണം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പവിശങ്കർ ഇത്തിരി കൂടി അവളോടടുത്ത് നിന്നു. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ലേ? സാർ. സെയിം വർക്ക്, എക്സ്ട്രാ അറേഞ്ച്മെൻറ്റുകൾ ഞാൻ കാട്ടിത്തരാം. വളരെ ഉപകാരം സാർ. അവൾ കരം കൂപ്പി. എത്ര ആകർഷകമായ മിഴികൾ, എത്ര ഓമനയായ മുഖം! അവൻ ഉള്ളിലോർത്തു. മെല്ലെ പിന്തിരിഞ്ഞു. വർഗീസും വിജയനുമൊക്കെ അക്ഷമരായി നിൽക്കുകയായിരുന്നു. രാവിലെ മുതൽ പതിവിന് വിരുദ്ധമായി പലതും കാണുന്നു. എന്താണെന്ന് അവരറിയുന്നില്ല. അതിൻ്റെ ഉത്കണ്ഠയാണവർക്ക്. എന്തൊക്കെയാ പവിസാറേ ഇത്? ഇവിടെ ഏറെ നാൾ നിന്നാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ, വിജയൻ പറഞ്ഞു. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടി പുതിയ ക്യാഷ്യർ, എനിക്ക് പകരം വന്നവൾ കൃഷ്ണേന്ദു, പവിശങ്കർ പറഞ്ഞു. അപ്പോൾ സാറ്? അവരുടെ നെറ്റിയിൽ ചുളിവുകൾ, സഹതാപം, സങ്കടം. എനിക്ക് പ്രൊമോഷനോ? യെസ്, മാഡത്തിൻ്റെ PA ആയിട്ട്. മാഡത്തിൻ്റെ PAയോ? അപ്പോൾ അജിത് കുമാർ എവിടെ? വിജയൻ്റെ സ്വരത്തിൽ ഉത്കണ്ഠ. അജിത് കുമാറോ? അതാര്? പവിശങ്കറിന് മനസ്സിലായില്ല. മാഡത്തിൻ്റെ PA? ഇന്നലെ വരെ അജിത് കുമാർ ആയിരുന്നല്ലോ PA. ഇന്ന്? വിജയൻ അന്താളിച്ചു പോയി. അജിത് കുമാർ എവിടെ? ഇന്നലെ വരെ അജിത് കുമാർ, ഇന്നോ പവിശങ്കർ? ആകെ പരവശനായി. ഇന്ന് ഞാൻ. അപ്പോൾ നാളെയോ? കാലിൻ്റെ പെരുവിരൽ മുതൽ ഒരു മരവിപ്പ് മേൽപോട്ട് കടന്നു വരുന്നു. ആകെ ഒരു വിറയൽ. അവനാകെ തളർന്നുപോയി. ജേക്കബ് രാജൻ മരിച്ചപ്പോൾ ക്യാഷ്യറുടെ ഒഴിവുണ്ടായി. ക്യാഷ്യർ തസ്തികയിലേക്ക് താൻ വന്നു. കൃഷ്ണേന്ദുവിനെ ക്യാഷ്യറാക്കാൻ വേണ്ടി തന്നെ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. തന്നെ PA ആക്കാൻ വേണ്ടി അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി. അപ്പോൾ അജിത് കുമാറിന് കൊടുത്ത സ്ഥാനം എന്ത്? അയാൾ എവിടെ? അതൊരു നീറിപ്പുകയുന്ന സംശയമായി ഉള്ളിൽ പടർന്നു. അപകടം എങ്ങനെ ഉണ്ടായതാന്നാ? വർഗീസിൻ്റെ സ്വരം ഉള്ളിൽ മുഴങ്ങുന്നു. ജേക്കബ് രാജൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഈശ്വര, വല്ലാത്തൊരു മരണക്കെണിയിലാണോ താൻ അകപ്പെട്ടു പോയത്? അഴിക്കാനാവാത്ത, ഊരാനാവാത്ത മരണക്കുടുക്ക്. പവിശങ്കർ ആകെ പരവശനായി പോയി. പക്ഷേ താനിവിടെ എത്തിയിട്ട് 15 ദിവസമായി കഴിഞ്ഞല്ലോ. തീർച്ചയായും ഒരു ക്യാഷ്യർ എന്ന നിലയിൽ PA ആയ അജിത് കുമാറിനെ താൻ കാണേണ്ടതായി വരുമായിരുന്നല്ലോ. അല്ല, ആദ്യം താൻ ചെല്ലേണ്ടത് തന്നെ PAയുടെ മുമ്പിലായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് കണ്ടില്ല? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാളെ താൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ? സാർ, കൃഷ്ണേന്ദുവിൻ്റെ സ്വരം. പവിശങ്കർ ചിന്തയിൽ നിന്നും ഞെട്ടിത്തിരിഞ്ഞു. കൃഷ്ണേന്ദു ക്യാഷ് രജിസ്റ്ററിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴും മരുന്നുകൾ വാങ്ങിയവർ ബില്ലിനായി കാത്തു നിൽക്കുന്നു. ആകെ വിയർപ്പിൽ കുളിച്ചിരുന്നു അവൻ. തളരുകയും ചെയ്തു. മുഖത്തെ ഭാവപ്പകർച്ച ആരും അറിയാതിരിക്കാൻ പാടുപെട്ട് അവൻ കൃഷ്ണേന്ദുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. സാർ, ബില്ലടിക്കാൻ വേണ്ടിയാണ്. തെല്ല് സങ്കോചത്തോടെ അവൾ പറഞ്ഞു. അവൻ ചെന്നപ്പോൾ അവൾ എണീറ്റ് തെല്ല് നീങ്ങി നിന്നു. അവൻ ആ കസേരയിലിരുന്നു. ദാ നോക്ക്, അവൻ മെല്ലെ പറഞ്ഞു. ദാ സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കേണ്ടത് ഇങ്ങനെയാണ്. പാടിക്കീകളിൽ ഞെക്കിക്കൊണ്ട് അവൻ തുടർന്നു. ഇതാ ഈ അക്കങ്ങളുള്ള കട്ടകളിൽ ഞെക്കണം. ദാ പ്രിൻ്ററിൽ നിന്നും ബില്ല് കീറിയെടുക്കണം. വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇന്നലെ വരെയുള്ള സ്റ്റോക്കും റിപ്പോർട്ടും ബാലൻസും കാട്ടിക്കൊടുത്തു. താങ്ക് യു സാർ. കൃഷ്ണേന്ദു നിറഞ്ഞ സംതൃപ്തിയോടെ പുഞ്ചിരി തൂകി നന്ദി പറഞ്ഞു. പകരം അവൻ ചിരിച്ചെന്ന് വരുത്തി. അവൻ്റെ നെഞ്ചിൽ തീയായിരുന്നല്ലോ. അജിത് കുമാർ എന്ന നാമം ഒരു അഗ്നിഗോളമായി തടഞ്ഞ് അവൻ്റെ നെഞ്ചിലിരിക്കുന്നു. പിന്നെ അവൻ എങ്ങനെ ചിരിക്കും, സമാധാനിക്കും? അവൻ മെല്ലെ മുകളിലേക്ക് തന്നെ കടന്നു ചെന്നു.
മാഡം, എനിക്കിന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. വല്ലാത്തൊരു തലവേദന, അവൻ പറഞ്ഞു. അവർ മുഖമുയർത്തി നോക്കി. അജിത് കുമാർ ആയിരിക്കും നിങ്ങളുടെ തലവേദന അല്ലേ? വസുന്ധര ശങ്കർ ചോദിച്ചു. പവിശങ്കർ നടുങ്ങിപ്പോയി. ഈ സ്ത്രീക്ക് പരഹൃദയജ്ഞാനമുണ്ടോ? എനിക്കറിയാം, താഴെ ചെന്നപ്പോൾ നിങ്ങൾ അജിത് കുമാറിൻ്റെ പേര് കേട്ട് കാണുമെന്ന്. ഗൗരവം തന്നെയായിരുന്നു അവരുടെ മുഖത്ത്. അജിത് കുമാറിനെ കണ്ട് സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അവൻ മിണ്ടിയില്ല. വേണമെങ്കിൽ പോകാം, അവൻ സ്ഥലം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലുണ്ട്. പവിശങ്കർ നടുങ്ങി വിറച്ചുപോയി. അവൻ്റെ ദേഹം തളരുകയായിരുന്നു. കസേരമേൽ പിടിച്ചാണവൻ നിന്നതും. അവൻ്റെ കണ്ണുകൾ തുറിച്ചിരുന്നു. ഓക്കെ, ഇന്ന് ലീവ് എടുത്തോളൂ. ഒരു നിമിഷം കൂടി അവൻ തറഞ്ഞു നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. പുറത്തിറങ്ങി സ്റ്റെയർ കേസ് കടന്ന് വഴിയിലിറങ്ങി. വസുന്ധര മെഡിക്കൽസ് എന്ന ബോർഡിനപ്പുറം കാത്തു നിന്നു. വന്നു നിർത്തിയ ബസ്സിൽ ചാടിക്കയറി. ഔട്ട് ഹൗസിൽ ചെന്ന് ബെഡിലേക്ക് വീഴുകയായിരുന്നു. വല്ലാത്തൊരു തളർച്ച, അന്യതാബോധം, ഭയം അവനെ ബാധിച്ചു കഴിഞ്ഞു. ജോലി വേണ്ടെന്ന് വെച്ച് രക്ഷപ്പെട്ടു പോകാനാണ് അവൻ ആദ്യം ആഗ്രഹിച്ചത്. ചിന്തിച്ച് കിടക്കവേ അത് ഭീരുത്വമാണെന്ന് അവന് തന്നെ തോന്നി. താൻ പുരുഷനാണ്, ചോരയും നീരുമുള്ള ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലൻ. വസുന്ധര ശങ്കർ ആരായിരുന്നാലും അവരൊരു സ്ത്രീയാണ്, മധ്യവയസ്ക. അവരെ ഭയന്നൊളിച്ചോടാനോ? ഇതിൽ പരം ലജ്ജാകരം എന്തുണ്ട്? പുരുഷവർഗത്തിന് തന്നെ താൻ അപമാനകരമായിരിക്കും. വർഗശത്രു ആകാൻ വയ്യ. വസുന്ധര, അവൻ്റെ മനം ആർത്തു വിളിച്ചു. നീ വസുന്ധര ശങ്കർ, ഞാൻ പവിശങ്കർ. എന്തുകൊണ്ടോ നമ്മുടെ പേരിന് തമ്മിൽ സാമ്യമുണ്ട്. നീ കേവലം ഒരു സ്ത്രീ. നോക്കിക്കോ, നീ എന്നെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മേൽ നീ വിജയം നേടുകയുമില്ല. എൻ്റെ മേൽ സംഹാരതാണ്ഡവമാടാൻ നിനക്കാവില്ല. അയാം പവിശങ്കർ, നീ ഓർത്തുകൊള്ളൂ. എൻ്റെ മനസ്സ് പിടിച്ചടക്കാൻ നിനക്കൊരിക്കലും ആവില്ല. ആവില്ല, ആവില്ല, ആവില്ല. അതൊരു പ്രതിജ്ഞയായിരുന്നു. പവിശങ്കർ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ജേക്കബ് രാജനോ അജിത് കുമാറിനോ അല്ല പവിശങ്കർ. നോക്കിക്കോളൂ. തീരുമാനം ദൃഢമായപ്പോൾ അവൻ്റെ തലവേദന പറന്നകന്നു. ഭയവും വിറയലും നിന്നു. ഒരു വല്ലാത്ത ശക്തി ആവേശിച്ചതുപോലെ. മരണം ഒരിക്കലേ ഉണ്ടാവൂ. എന്നായാലും ഒരു വൻ ശക്തിയോട് പോരാടി മരണം വരിക്കേണ്ടി വന്നാലും അതൊരു അഭിമാനമാണ്, വീരചരമം. നടുറോഡിൽ പട്ടിയെപ്പോലെ ചത്തടിയുന്നതിനേക്കാൾ അഭികാമ്യം. അങ്കത്തട്ടിൽ പോരാടി വീരചരമം പ്രാപിച്ച് പല്ലക്കിൽ കൊണ്ടുവരുന്ന ജഡത്തെ ആർപ്പോടും കുരവയോടും വാദ്യഘോഷങ്ങളോടും സ്വീകരിച്ച് സംസ്കരിച്ച പാരമ്പര്യമുള്ള കേരളം. ഇവിടെ തോൽക്കാൻ പാടില്ല. പിറ്റേന്ന് രാവിലെ പവിശങ്കർ കുളിച്ചൊരുങ്ങി. കൃഷ്ണേട്ടൻ കൊണ്ടുവന്ന കാപ്പി കഴിച്ചു. അവൻ ഉത്സാഹവാനായിരുന്നു. ഭയവും ആശങ്കയും ലേശവും തീണ്ടാത്ത മനസ്സ്. ജേക്കബ് രാജനും അജിത് കുമാറും അവൻ്റെ മനസ്സിനെ തെല്ലും സ്വാധീനിച്ചില്ല. വസുന്ധര ശങ്കർ വെറും ഒരു സ്ത്രീ, അങ്ങനെ മാത്രം അവൻ കരുതി. പോകാനിറങ്ങും മുൻപ് ഒരു ബൈക്ക് പാഞ്ഞു വന്ന ഔട്ട് ഹൗസിന് മുമ്പിൽ നിന്നു. പവിശങ്കർ എത്തി നോക്കി. ഒരു ബുള്ളറ്റ്. അതിൽ നിന്നിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പവിശങ്കറിൻ്റെ മുൻപിൽ എത്തി നിന്നു. തലയിൽ ധരിച്ചിരുന്ന ഹെൽമെറ്റ് എടുത്ത് അവൻ്റെ നേരെ നീട്ടി. ഒപ്പം കീയും. മാഡം പറഞ്ഞിട്ടാണ്, നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നു, ചെറുപ്പക്കാരൻ പറഞ്ഞു. താങ്ക്സ്. പവിശങ്കർ കീയും ഹെൽമെറ്റും സ്വീകരിച്ചു. ബൈക്കിൽ കടന്നിരുന്നു. ചെറുപ്പക്കാരൻ പിന്നിലിരുന്നു. വഴിയിൽ അയാൾ പറഞ്ഞ സ്ഥലത്ത് നിർത്തി. ചെറുപ്പക്കാരൻ ഇറങ്ങി. ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു. വസുന്ധര മെഡിക്കൽസിന് മുമ്പിൽ അത് നിന്നു. കടയിലുണ്ടായിരുന്നവർ കണ്ണുമിഴിച്ചു. ഫുൾ സ്യൂട്ടിൽ ബുള്ളറ്റിൽ നിന്നിറങ്ങുന്ന പവിശങ്കർ. മുഖത്ത് കൂളിംഗ് ഗ്ലാസ്. പറ്റാത്ത പുഞ്ചിരി. അകത്തേക്ക് കടന്നു ചെന്ന പവിശങ്കർ എല്ലാവരെയും നോക്കി ചിരി പകർന്നു. കൃഷ്ണേന്ദുവിൽ മാത്രം ആ മിഴികൾ ഇത്തിരി സമയം തങ്ങി നിന്നു. പിന്നെ ഗോവണി വഴി മുകളിലേക്ക് കടന്നു. ഒരു ജേതാവിനെ പോലെ. മാഡം ചൂണ്ടിക്കാണിച്ച മുറിയുടെ വാതിൽക്കൽ ചെന്നു. അമ്പരപ്പോടെ കണ്ടു. വാതിലിന് മുകളിൽ ചെറിയ ബോർഡ്, വെളുത്ത ലിപികൾ. പവിശങ്കർ, PA. വാതിൽ തുറന്നു. കട്ട ചില്ല് മുകളിൽ ഇട്ടിരിക്കുന്ന മേശ, ഫോം കസേരകൾ, വില കൂടിയ പരവതാനികൾ, ഡോർ കർട്ടനുകൾ, എല്ലാവിധ സജ്ജീകരണങ്ങളും. കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കസേരയിലിരുന്നു. എങ്ങനെ ജോലി ആരംഭിക്കണമെന്ന്, ആദ്യമായി എന്ത് ചെയ്യണമെന്നൊക്കെ അവൻ ഇന്നലെ രാത്രി മുതലേ കണക്കുകൂട്ടിയിരുന്നു. ഫയലുകളെല്ലാം നോക്കി. സ്റ്റോക്ക് ഫയലുകൾ, ഡെയിലി സെയിൽസ്, ബാലൻസ്. കെട്ടിടം പിന്നിലേക്ക് അതിവിശാലമാണ്. ഓരോ ഇനം മരുന്നും സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റാക്കുകളും മുറികളും. അറ്റൻഡൻസ് രജിസ്റ്റർ, അക്കൗണ്ട്സ് ബുക്ക്, ബാലൻസ് ചെക്കുകൾ, ഡെയിലി വരവ് ചെലവ്, മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ കമ്പനികൾ, മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകൾ, സ്ഥാപനങ്ങൾ ഒക്കെ പഠിച്ചെടുക്കാൻ ഇനം തിരിക്കാനൊക്കെ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു. പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഡയറിയിൽ കുറിച്ചിട്ടു. സംശയമുള്ളതൊക്കെ മാഡത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ഫയലുകൾ തന്നെ ഓർഡറിലാക്കി. വൻ ചെക്കുകളും ചെറിയ തുകയ്ക്കുള്ള ചെക്കുകളും തരം തിരിച്ചു. ഡ്രാഫ്റ്റും ക്രോസ്ഡ് ചെക്കുകളും അന്നന്ന് തന്നെ പുട്ടപ്പ് ചെയ്തു. ബാങ്കുകളിൽ പണം അടയ്ക്കുന്നതിനും എടുക്കുന്നതിനും തൻ്റെ ബുള്ളറ്റിൽ അവൻ തന്നെ ചീറിപ്പാഞ്ഞു.
നയാ പൈസ വ്യത്യാസമില്ലാതെ അവൻ കണക്കുകൾ അന്നന്ന് വസുന്ധര ശങ്കറിനെ ബോധ്യപ്പെടുത്തി. അന്നുള്ള കണക്കുകൾ ചെക്ക് ചെയ്തിട്ടേ കൃഷ്ണേന്ദുവിനെ അവൻ വിട്ടിട്ടുള്ളൂ. അടുക്കും കൃത്യനിഷ്ഠയും കൈവന്നു. അത് തൻ്റെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കിയെന്ന് 2 മാസങ്ങൾക്കുള്ളിൽ വസുന്ധര ശങ്കറിന് ബോധ്യമായി. അവരുടെ മുഖം സംതൃപ്തി നിറഞ്ഞതായിരുന്നു. പെരുമാറ്റം പ്രോത്സാഹനജനകമായിരുന്നു. ഫയലുകൾ എല്ലാം പരിശോധിച്ചതിൽ നിന്ന് പവിശങ്കറിന് ഒരു കാര്യം ബോധ്യമായി. താൻ വരുന്നതിൻ്റെ തലേന്ന് വരെയുള്ള ഡേറ്റ് ചേർത്തുള്ള അജിത് കുമാറിൻ്റെ ഒപ്പുകളെ കാണുന്നുള്ളൂ. അതായത് ജേക്കബ് രാജൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് വരെ. പിന്നെ ആ ഒപ്പില്ല. അപ്പോൾ താൻ വരും മുൻപ് തന്നെ അജിത് കുമാർ ലോക്കപ്പിലായി കഴിഞ്ഞിരിക്കണം. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ താൻ ആദ്യം ചെന്നെത്തുന്നത് PAയുടെ മുമ്പിലായിരിക്കണമല്ലോ. പക്ഷേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കടയിലുള്ളവരാരും അജിത് കുമാറിൻ്റെ തിരോധാനം അറിഞ്ഞില്ലെന്നോ അറിയാത്തതായി നടിക്കുന്നതാവാം. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. വെൽ മിസ്റ്റർ പവി, നിങ്ങൾ സമർത്ഥൻ തന്നെ. ഞാൻ നാളിതുവരെ തേടിക്കൊണ്ടിരുന്നത് നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനെ ആയിരുന്നു. വസുന്ധര ശങ്കർ ഒരു ദിവസം പറഞ്ഞു. താങ്ക് യു മാഡം. ഇനി നിങ്ങൾ ഇടയിൽ സമയം കണ്ടെത്തി ഡ്രൈവിംഗ് പഠിക്കണം. പവിശങ്കർ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന കണ്ടീഷനിലായിരുന്നു ചേർന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം അവൻ പഠിച്ചു. സ്വയം ഡ്രൈവ് ചെയ്യാറായപ്പോൾ പഠിപ്പിക്കുന്ന മനുഷ്യൻ ഇല്ലാതെ തന്നെ 1-2 ദിവസം അവൻ ഡ്രൈവ് ചെയ്തു. 3-ാം ദിവസം ഞായറാഴ്ച, കടയ്ക്ക് അവധിയുള്ള ദിവസം. അന്ന് കാർ വളരെ ദൂരേക്ക് പോയി. തിരിച്ചു വരുമ്പോഴാണ് പൊടുന്നനെ കാർ ബ്രേക്കിലമർന്നു. കാർ നിന്നു. വഴിയോരം ചേർന്ന് ഒരു കുഞ്ഞിളം കാറ്റ് തലോടും പോലെ മെല്ലെ മെല്ലെ നീങ്ങുന്ന കൃഷ്ണേന്ദു വളരെ പതിയെ അതിലടക്കി സൂക്ഷിച്ചിരിക്കുന്ന അമിത ആഹ്ലാദത്തോടെയായിരുന്നു ആ വിളി. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു നിമിഷം കൃഷ്ണേന്ദു തിരിഞ്ഞു നോക്കി. ചെന്താമരമൊട്ട് വിടർന്ന് വികസിക്കും പോലെയായിരുന്നു ആ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി. ചുവന്ന നനവാർന്ന അധരങ്ങൾ, കരിനീല മിഴികൾ. ഓ പവി സാർ, അത്ഭുതമായിരിക്കുന്നു. തീരെ പ്രതീക്ഷിക്കാതെ. എന്താ സാർ, എന്തിനേ വന്നത്? എന്നെ തിരക്കി വന്നതാണോ? മാഡം പറഞ്ഞു വിട്ടതാണോ? ഒറ്റ ശ്വാസത്തിലായിരുന്നു ഇത്രയും പറഞ്ഞ് അവൾ നിർത്തിയത്. ആ മുഖത്ത് നിമിഷത്തിനുള്ളിൽ ഉത്കണ്ഠ പരക്കുന്നതും കണ്ണുകളിൽ തെല്ലു ഭീതി വരുന്നതും ശ്രദ്ധിച്ചു. മാഡം എന്തിനു പറഞ്ഞു വിടണം? അവൻ ചോദിച്ചു. അല്ല, അക്കൗണ്ടിൽ എന്തെങ്കിലും പിശകുകൾ? പണത്തിൻ്റെ കാര്യമല്ലേ, അതും ആയിരക്കണക്കിന്. പിശക് ആർക്ക് സംഭവിക്കാമല്ലോ, അവൾ സങ്കോചത്തോടെ പറഞ്ഞു. മാഡം പറഞ്ഞു വിട്ടതല്ല, ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, കാറിൽ ഒരു ചുവന്ന എല്ലടയാളം. പവിശങ്കർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഗുരു ഇല്ലാതെ തന്നെ കാർ വിട്ടു വായിക്കാൻ ശിഷ്യൻ അഭ്യസിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ന് പോന്നതാണ്. കൃഷ്ണേന്ദുവിനെ യാദൃശ്ചികമായി കണ്ടു. സഹപ്രവർത്തകരല്ലേ, കാർ നിർത്തിയെന്നു മാത്രം. എന്താ വിരോധമുണ്ടോ? ഏയ്, അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അവളുടെ മുഖം വിളറി. ഇവിടെ അടുത്താണോ വീട്? അതെ സാർ. ഒന്ന് നിർത്തി സങ്കോചത്തോടെ അവൾ ചോദിച്ചു. വരുന്നോ സാർ എൻ്റെ വീട്ടിലേക്ക്? പവിശങ്കർ അവളെ ഒന്ന് നോക്കി. അയ്യോ സാർ, ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. ഞാൻ വരാം കൃഷ്ണേന്ദു. വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, പൊടുന്നനെ അവൻ പറഞ്ഞു. കാരണം കൃഷ്ണേന്ദുവിൻ്റെ ക്ഷണം നിരസിക്കാൻ അവന് കഴിഞ്ഞില്ലെന്നത് മാത്രമല്ല, അവളോട് ഇത്തിരി സംസാരിക്കുവാൻ മറ്റൊരിട ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അവളുടെ മുഖം പ്രസന്നമായി. ഒരു സൂര്യൻ ഉദിച്ചുയർന്ന പ്രകാശം ആ മിഴികളിൽ. താനിപ്പോൾ എവിടെ പോയി? വൈദ്യരുടെ വീട്ടിൽ. ഇത്തിരി കഷായം വാങ്ങാൻ അച്ഛന്. കയ്യിലിരുന്ന കുപ്പി അവൾ കാട്ടി. അച്ഛന് എന്തു പറ്റി? വാദത്തിൻ്റെ ഉപദ്രവം. ഇവിടെ നിന്ന് വളരെ ദൂരമുണ്ടോ തൻ്റെ വീട്ടിലേക്ക്? ഇല്ല സാർ, ഈ വളവ് തിരിഞ്ഞാൽ വീടായി. അവൾ മുൻപിലേക്ക് തന്നെ വിരൽ ചൂണ്ടി. വരൂ, കടന്നിരിക്കൂ, നമുക്ക് ഒരുമിച്ച് പോകാം. അയ്യോ വേണ്ട സാർ, ഞാൻ നടന്നു വന്നുകൊള്ളാം. അതെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധാരണ ഒന്നുമില്ല. ഞാൻ വരുന്നില്ല, പോവുകയാണ്. അയ്യോ ഇതെന്താ സാർ, ഞാൻ കടന്നിരിക്കാം. കൃഷ്ണേന്ദുവിൻ്റെ മുഖത്തു പരിഭ്രമം, പവിശങ്കറിൻ്റെ ഉള്ളിൽ ചിരി. കാറിൻ്റെ ഡോർ തുറന്ന് പിൻസീറ്റിൽ കടന്ന് അവൾ ഇരുന്നു. അപ്പോഴേക്കും അവർ വിയർത്ത് കുളിച്ചിരുന്നു എന്നവൻ മനസ്സിലാക്കി. പാവം കുട്ടി, അവൻ്റെ മനസ്സു പറഞ്ഞു. കാർ മുമ്പോട്ടെടുത്തു. വളവ് തിരിഞ്ഞ് ഇത്തിരി കൂടി കടന്നപ്പോൾ പിൻസീറ്റിലിരുന്ന കൃഷ്ണേന്ദു പറഞ്ഞു, ഇവിടെ നിർത്താം സാർ. കാർ നിന്നു. ഇരുവരും ഇറങ്ങി. ദാ ഇടവഴി ഇത്തിരി നടക്കണം. നടന്നോളൂ സാർ. മുൻപേ. കൂടുതൽ ഫോർമാലിറ്റി വേണ്ട. വഴി നിശ്ചയമുള്ളപ്പോൾ മുമ്പേ നടക്കുക. അതായിരിക്കും നല്ലത്, പവിശങ്കർ പറഞ്ഞു. കൃഷ്ണേന്ദു തന്നെ മുമ്പിൽ നടന്നു. പിന്നാലെ പവിശങ്കറും. മുൻപേ നീങ്ങുന്ന ഒരു കുളിരരുവി ആ പ്രദേശമാകെ ഒഴുകിപ്പരന്ന് കുളിർമ പരത്തുന്ന തേനരുവി. പവിശങ്കറിൻ്റെ ആത്മാവ് കുളിർത്തു. അവൻ്റെ മിഴികൾ അവളിൽ തറഞ്ഞു നിന്നു. വടിവൊത്ത ആ ശരീരം, വെളുത്ത സുന്ദരമായ പാദങ്ങൾ, മിടഞ്ഞിട്ട് പിന്നിൽ അലയിളക്കുന്ന മുടി, നേരിയ കാറ്റിൽ ചാഞ്ചാടുന്ന സാരിത്തുമ്പ്,
വലിയ വിലയില്ലാത്തതെങ്കിലും എത്ര ഭംഗിയായി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു, എത്ര ഒതുക്കത്തോടെ നടക്കുന്നു. കൃഷ്ണേന്ദു താൻ തേടി തേടി നടന്ന എൻ്റെ പെൺകുട്ടിയാണോ നീ? ആണോ? ദാ വീടെത്തി. പെട്ടെന്ന് തിരിഞ്ഞു നിന്നവൾ പറഞ്ഞപ്പോൾ ജാളിതോടെ മിഴികൾ പിൻവലിച്ചു. വളരെ പഴക്കം തോന്നിക്കുന്ന എന്നോ ഒരിക്കൽ വെള്ള വലിച്ചിട്ടുള്ള ഒരു ചെറിയ വീട്. മേൽക്കൂരയിലെ ഓട് അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഭിത്തിയും തറയും പൊട്ടിപ്പൊളിഞ്ഞതാണ്. 1/2 ഏക്കറിൽ കുറഞ്ഞ ഒരു വളപ്പ്. പഴയ ഒരു നായർ തറവാടിൻ്റെ വല്ലാത്ത അധപതനം. കൃഷ്ണേന്ദു ഓടിക്കയറി അകത്തേക്ക് മറഞ്ഞു. അതേ വേഗതയിൽ അകത്തു നിന്ന് ഒരു കസേര പുറത്തെ വരാന്തയിലിട്ടു. ഇരിക്കൂ സാർ. അവൻ ഇരുന്നു. അവൾ വീണ്ടും അകത്തേക്ക് കടന്നു. ഭയഭക്തി ബഹുമാനങ്ങളോടെ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. മെലിഞ്ഞ ശരീരവും ഒട്ടിയ കവിളുകളും ആണെങ്കിലും കുലീനത്വമുള്ള ആ സ്ത്രീ കൃഷ്ണേന്ദുവിൻ്റെ അമ്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഉടുമുണ്ടിൻ്റെ കോന്തല ഉയർത്തി ബ്ലൗസിന് മുകളിലേക്ക് മറ പിടിച്ചവർ ഒതുങ്ങി നിന്ന് ചിരിച്ചു. മോള് പറഞ്ഞു സാറ് വന്നെന്ന്. പവിശങ്കർ ചിരിച്ചു. അച്ഛന് എന്താണ് അസുഖം? എങ്ങനെയുണ്ട്? കിടപ്പാ സാറേ. 3-4 കൊല്ലമായി. ചെയ്യാത്ത ചികിത്സ ഒന്നുമില്ല. ഒക്കെ വിറ്റുപെറുക്കിയും ചെലവാക്കി. ഇനിയിപ്പം അതിനും ഒന്നുമില്ലാണ്ടായി. അവർക്കു പിന്നാലെ അകത്തെ മുറിയിലേക്ക് കടന്നു. കുഴമ്പിൻ്റെയും കഷായത്തിൻ്റെയും ഒക്കെ ഒരു സമ്മിശ്ര ഗന്ധം നിറഞ്ഞ മുറി. കിടക്കയിൽ ഒരസ്ഥിപഞ്ജരം. അച്ഛാ, ഞാൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിലെ സാറാ. കൃഷ്ണേന്ദു ഓടിയെത്തി. അസ്ഥിപഞ്ജരത്തിൻ്റെ മുഖത്തൊരു തെളിച്ചം, വരണ്ട ചുണ്ടുകളിലെ പുഞ്ചിരി, സന്തോഷം. എൻ്റെ സാറേ, എൻ്റെ കുട്ടി പാവാ. അവളോട് ദേഷ്യമൊന്നും തോന്നല്ലേ. വല്ല തെറ്റും കാട്ടിയെന്ന് വെച്ചാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരണേ. തളർന്നു കട്ടിലിൽ കിടപ്പായ അച്ഛൻ്റെ ഉത്കണ്ഠയും വേദനയും അവന് മനസ്സിലായി. മെല്ലെ പിന്തിരിഞ്ഞു. സുന്ദരങ്ങളായ 3-4 മുഖങ്ങൾ പൊടുന്നനെ പിൻവലിഞ്ഞതുപോലെ. പവിശങ്കർ അത് ശ്രദ്ധിച്ചു. സാർ, എൻ്റെ അനുജത്തിമാരാണ്, കൃഷ്ണേന്ദു പറഞ്ഞു. എന്നിട്ട് അനുജത്തിമാരെ നോക്കി പരിചയപ്പെടുത്തി. 4 പേർ. രജിത, സുനി, ജ്യോതി, മീന, കൃഷ്ണേന്ദു മൂത്തവൾ. മീന പോലും യൗവനത്തിലേക്ക് പദമൂന്നുന്നു. ഒരുപോലെ 5 പെൺമക്കൾ, 5 സുന്ദരികൾ, 5 ചെന്താമരകൾ, 5 അപ്സരസുകൾ. ഒരേ കൂരയ്ക്ക് കീഴിൽ ഈ ചെറിയ വീടിനുള്ളിൽ പുര നിറഞ്ഞു. ഈ അമ്മയ്ക്ക് എങ്ങനെ സമാധാനിക്കാനാവും, ഉറങ്ങാനാവും? കുടുംബം പുലർത്തേണ്ടവൻ തളർന്ന് കട്ടിലിൽ. ഓ ഈശ്വര, വല്ലാത്ത ക്രൂരത തന്നെ. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും കട്ടിലിൽ നിന്ന് ഇന്നും മോചനമില്ലാതെ കിടക്കുന്ന ഭർത്താവ്. കെട്ടുപ്രായം കഴിഞ്ഞും കഴിയാത്തയും പെൺമക്കൾ. ഓ, വേദനയുടെ അലകടൽ ആ അമ്മയുടെ കണ്ണുകളിൽ പവിശങ്കർ കണ്ടു. കൃഷ്ണയ്ക്കെങ്കിലും ഈ പണി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പണ്ടേ ഞങ്ങൾ ആത്മഹത്യ ചെയ്തു പോയേനെ സാറേ. അവിടുത്തെ ആ മാനേജർ സാറ് പാവം അല്ലയോ, നല്ല മനുഷ്യപ്പറ്റുള്ള സ്ത്രീ. കൃഷ്ണ ഒക്കെ പറഞ്ഞു. ഈശ്വരൻ ഞങ്ങളെ കൈവിടില്ല, അവരെ ദൈവം രക്ഷിക്കട്ടെ, കൃഷ്ണേന്ദുവിൻ്റെ അമ്മ പറഞ്ഞു. പവിശങ്കർ വീണ്ടും വരാന്തയിലെത്തി കസേരയിലിരുന്നു. അവൻ്റെ മനസ്സാകെ വല്ലാതെ നീറുകയായിരുന്നു. തൻ്റെയും തൻ്റെ അനുജത്തിയുടെയും അച്ഛൻ്റെയും ദുഃഖം എത്ര ചെറുത്, എത്ര നിസാരം. പക്ഷേ ഇതോ, ഈ വീട്ടിലെ ദുഃഖം എന്നവസാനിക്കും? കൃഷ്ണേന്ദുവിൻ്റെ ശമ്പളം വെറും 750 രൂപയാണ്. അതേ സ്ഥാനത്തിന് തനിക്ക് ഓഫർ ചെയ്തത് 3500 രൂപ. എന്തൊരു പൊരുത്തക്കേട്! ആരോട് ചോദിക്കാൻ? എന്തുകൊണ്ട് കൃഷ്ണേന്ദുവിന് ശമ്പളം കുറച്ചു എന്ന് ചോദിക്കാൻ താൻ ആര്? അവരുടെ സ്ഥാപനം അവർ നിശ്ചയിക്കുന്നു. പക്ഷേ മാസം ഒരു 5000 രൂപ കിട്ടിയാലും ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. മാഡത്തിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അയ്യോ എൻ്റെ സാറേ, ഇതെന്തൊരു ചോദ്യം! ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഞങ്ങൾ തമ്മിൽ എന്തോ ബന്ധമാ. അവരാര്, ഞങ്ങളാര്? അമ്മ അമ്പരപ്പോടെ പറഞ്ഞു. പവിശങ്കറും അമ്പരന്നു. കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഉപേക്ഷിക്കാൻ പറ്റില്ല. ക്യാഷ്യറിൽ കുറഞ്ഞ ഒരു ജോലിയും കൊടുക്കാൻ പറ്റില്ല. അന്നൊരിക്കൽ ഔട്ട് ഹൗസിൽ വന്നു നിന്ന് മാഡം പറഞ്ഞ വാക്കുകൾ. പക്ഷേ ഇവർ പറയുന്നു ഇവർ അറിയുക പോലുമില്ലെന്ന്. ഇല്ല സാറേ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. ജോയിൻ ചെയ്യാൻ അന്ന് ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാഡത്തിനെ കാണുന്നത്, കൃഷ്ണേന്ദു പറയുന്നു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ബന്ധവും പരിചയവും ഇല്ലെന്നോ? ഇല്ല സാർ, കൃഷ്ണേന്ദു തർപ്പിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ജോലി കിട്ടിയതെങ്ങനെ? പവിശങ്കർ ചോദിച്ചു. ജോലിക്കുള്ള ഓർഡർ എനിക്ക് വരികയാണുണ്ടായത്. എൻ്റെ അഡ്രസ്സ് എങ്ങനെ അവർക്ക് കിട്ടി എന്ന് ഞാൻ തന്നെ അമ്പരന്നുപോയി. പവിശങ്കറിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേസ് സാർ, അതാണ് സത്യം. ഒരു ദിവസം ഓർഡർ വന്നു. പിറ്റേന്ന് ഞാൻ അവിടെ ചെന്നു. അവിടെ വെച്ച് പരിചയപ്പെടുത്തുമ്പോൾ സാറായിരുന്നു എനിക്ക് മുമ്പുള്ള ക്യാഷ്യർ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴത്തെ സാറിൻ്റെ വികാരവും ഊഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എവിടെയോ കണക്കുകൾ കൂട്ടിമുട്ടുന്നില്ല.
ആരുമല്ലാത്ത ഒരാളെ തേടിപ്പിടിച്ച് ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി ജോലി കൊടുക്കുക. ഇതെന്തൊരു ഭ്രാന്ത്! ഇവർ മറയ്ക്കുന്നതാണോ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ. ആ വാക്കുകൾ കൃഷ്ണേന്ദു എങ്ങനെ വസുന്ധരാ ശങ്കറിൻ്റെ വേണ്ടപ്പെട്ടവളായി? നോവൽ നാളെ തുടരും.